പല ആൾക്കാർക്കും സ്വന്തം കഴിവിൽ വിശ്വാസമില്ല. ഞാൻ ഈ പരിപാടിക്ക് ഇറങ്ങിയാൽ നടക്കുമോ, അത് കുളമാവുമോ, എന്നെക്കൊണ്ട് പറ്റുമോ, സെൽഫ് ഡൗട്ട്. അതായത് ഈ ചാനൽ തുടങ്ങിയ കാലത്ത് എനിക്കും ഉണ്ടായിരുന്ന സാധനം തന്നെയാണ് ഈ സെൽഫ് ഡൗട്ട്. എന്നെക്കൊണ്ട് ചാനൽ നടത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇതിനകത്തിരുന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ഏകദേശം 2 ലക്ഷത്തോളം പേര് എത്തിയിരിക്കുന്ന ഒരു ഫാമിലിയായിട്ട് വളർന്നിരിക്കുന്ന ചാനലാണ്. പറഞ്ഞു വരുന്നത് സെൽഫ് ഡൗട്ട് എന്ന് പറയുന്നത് നമ്മുടെ സർവനാശമാണ്. ഭാവി എന്ന് പറയുന്ന സാധനം നശിപ്പിക്കുന്ന സാധനമാണ്. എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാം? 10 പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ഒന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡൻറ്റിഫൈ ആൻഡ് ചലഞ്ച് യുവർ നെഗറ്റീവ് തോട്ട്സ്. നമുക്ക് സെൽഫ് ഡൗട്ട് വരുന്ന സാധനങ്ങൾ, കാര്യങ്ങൾ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടോ അതിനൊക്കെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് മറികടക്കാൻ പറ്റണം, റീപ്ലേസ് ചെയ്യാൻ പറ്റണം. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ സ്വയം ചിന്തിക്കുക, ഇത് എൻ്റെ ഒരു അസംഷൻ മാത്രമാണോ, അതോ ഇത് യാഥാർത്ഥ്യമാണോ? ഞാനിപ്പോൾ ഇതിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ, ഞാൻ പേടിക്കേണ്ട കാര്യമുണ്ടോ, എനിക്ക് നേരിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നടത്തിയെടുക്കാൻ പറ്റില്ലേ? പറ്റില്ല എന്നുള്ളത് എൻ്റെ ഒരു തോന്നൽ മാത്രമാണോ, അതോ ഇതിനകത്ത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മളവിടെ നടത്തേണ്ടതുണ്ട്. അല്ലാതെ നമ്മുടെ മനസ്സിൽ തോന്നുന്നത് നമ്മളങ്ങോട്ട് വിശ്വസിക്കുക എന്നുള്ള പരിപാടി വേണ്ട. ഒന്ന് വിശകലനം ചെയ്യുക, ഇതിനകത്ത് കാര്യമുണ്ടോ? കാര്യമുണ്ടെങ്കിൽ ഓക്കെ, കാര്യമില്ലെങ്കിൽ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതാണ്, ചലഞ്ച് ചെയ്യേണ്ടതാണ് ആ കാര്യത്തെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ്. അതായത് 10 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ നിങ്ങളെക്കൊണ്ട് കഴിയുമോ ഇല്ലയോ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എനിക്കത്ര പോരാ, ഞാൻ സംസാരിച്ചാൽ കുളമാക്കും, 10 പേരെ എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ എൻ്റെ കൈയും കാലും വിറയ്ക്കും എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടെങ്കിൽ, അത് നിങ്ങൾ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അതായത് അടുത്ത സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ്, അതായത് ആദ്യമായിട്ട് ഞാൻ ഇനി സ്റ്റേജിൽ കയറാൻ എന്നാണോ കയറുന്നത് അതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ പറയുന്ന ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മേലേക്ക് പോയിട്ടുണ്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റേജിൽ കയറുമ്പോഴേക്കും ഞാൻ ഇപ്പോഴുള്ള ഞാനായിരിക്കില്ല എന്നുള്ള ഒരു പോസിറ്റീവ് തോട്ടുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. എന്നെക്കൊണ്ട് പറ്റുമോ, സ്റ്റേജിലൊക്കെ കയറി എൻ്റെ കൈയും കാലും വിറക്കില്ലേ, മുട്ടി വിറക്കില്ലേ എന്നുള്ള തോട്ടിനെ നമ്മൾ എന്ത് ചെയ്തു, റീപ്ലേസ് ചെയ്തു. എങ്ങനെ? പോസിറ്റീവായിട്ടുള്ള തോട്ട് കൊണ്ട്. സ്റ്റേജ് കയറുന്നതിന് മുമ്പ് ഞാനത് പഠിച്ചിരിക്കും, എന്നതിന് ശേഷം കയറും. അല്ലാതെ ഞാൻ കയറാതിരിക്കില്ല, പേടിച്ച് വരക്കില്ല. ഈ ഒരു രീതിയാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു രീതി കൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോയിട്ടും കാര്യമുള്ളൂ. രണ്ടാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെറ്റ് സ്മാൾ ആൻഡ് അച്ചീവബിൾ ഗോൾസ് ആണ്. അതായത് വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും പ്രൊജക്റ്റുകളും എടുത്ത് തലയിൽ വെക്കുന്നതിന് പകരം വളരെ ചെറിയ സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അതായത് ചെറിയ സാധനങ്ങൾ ചെയ്ത് അത് നടത്തിയെടുക്കാനുള്ള ഒരു കഴിവ് ആർജിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക. അതായത് വലിയൊരു പ്രൊജക്റ്റുമായിട്ട് ഇറങ്ങുമ്പോഴാണല്ലോ പരാജയ സാധ്യതയുടെ ആഘാതം നമ്മളെ സത്യം പറഞ്ഞാൽ മുറിപ്പെടുത്തുന്നത്. അതായത് അത്രയും ഭീകരമായിട്ടുള്ള ഒരു മുറിപ്പെടൽ വരാതിരിക്കാൻ വേണ്ടി ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതൊരു ഭാരമുള്ളതായിരിക്കില്ല, നിങ്ങൾക്കായിട്ട് ചെയ്യാനും പറ്റും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് കാര്യങ്ങളെല്ലാം നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാക്കുന്നു എന്ന് പറയുന്ന പോലെ ഈ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങളതിൽ വിജയിച്ച് മുന്നോട്ട് പോകുമ്പോൾ കിട്ടുന്നൊരു മൊമെൻറ്റം, ഒരു സ്പീഡ്, ആ ഒരു മോട്ടിവേഷൻ, ആ ഒരു ചെറിയ കാര്യങ്ങൾ നടത്തിയതിലൂടെ കിട്ടുന്ന കോൺഫിഡൻസ്, ഇതെല്ലാം വലിയ കാര്യങ്ങൾ വരുന്ന സമയത്ത് ഈസിയായിട്ട് നിങ്ങളെ കൊണ്ട് നടത്തിയെടുക്കാൻ പറ്റും. കാരണം എന്താ, ആ കോൺഫിഡൻസ് അങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. സോ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസ് സെറ്റ് ചെയ്യുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, ചെറിയ കാര്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുക. വലുതന്നെ എടുത്തിട്ട് ആദ്യം തലയിലോട്ട് വെക്കേണ്ട, ചെറിയ കാര്യങ്ങളിലൂടെ മുമ്പോട്ട് പോവുക. ലാസ്റ്റ് നമുക്ക് വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ 5 പേജുള്ള ഒരു ബുക്ക് എഴുതണം എന്ന് കരുതുക. അതായത് ഇന്ന് എഴുതണം, നിങ്ങൾ മൊത്തം ഒരു 10-300 പേജസ് വരുന്ന ഒരു ബുക്കാണ് എഴുതാൻ പ്ലാന്. പക്ഷേ ഒരു 5 പേജെങ്കിലും നിങ്ങൾക്ക് ഡെയിലി എഴുതണം. ഈ ഡെയിലി എഴുതണം എന്ന് പറയുമ്പോൾ 5 പേജ് ഒരു പക്ഷേ നിങ്ങൾക്ക് ഓവർലോഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചെറുതായിട്ട് തുടങ്ങാനല്ലേ ഇപ്പോൾ പറഞ്ഞ ഈ ഒരു പോയിൻ്റ്, ഒരു 3 പേജ്, അതായത് ഒരു 300 വാക്കുകൾ ഉള്ള ഒരു പരിപാടി, അത് ഒരു ദിവസം എഴുതിയാൽ മതി. പതിയെ നിങ്ങൾ എന്ത് ചെയ്യും, കുറേ ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഈ 500 വേർഡ്സ് അല്ലെങ്കിൽ 5 പേജുള്ള ഒരു ബുക്ക് എഴുതുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വളർന്നിരിക്കും. ഒരു പക്ഷേ ആ ഒരു മൊമെൻറ്റത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് 10 പേജോ അല്ലെങ്കിൽ 1000 വാക്കുകളോ ഉള്ള ഒരു പുസ്തകം അത്രയും നിങ്ങൾക്ക് തീർക്കാൻ പറ്റും, പുസ്തകത്തിൻ്റെ അത്രയും ഭാഗം. സോ എന്ത് ചെയ്യുക, ചെറുതിൽ നിന്ന് തുടങ്ങുക, വലുതിലേക്ക് പതുക്കെ നമുക്ക് പോയാൽ മതി. മൂന്നാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീഫ്രെയിം ദ ഫെയിലിയർ ആസ് ഫീഡ്ബാക്ക്. ഓരോ പരാജയങ്ങളും നമ്മുടെ ജീവിതത്തിൽ വിജയം മാത്രമല്ലല്ലോ, പരാജയങ്ങളുണ്ടാവും.
ഓരോ പരാജയങ്ങളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലുപരി ഈ പറയുന്ന പരാജയങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റണം. അതായത് ജീവിതത്തിൽ എന്തെല്ലാമോ നമ്മളെ പഠിപ്പിക്കാൻ വന്ന കാര്യമാണ്. അതായത് പലപ്പോഴും നമ്മൾ പറയും നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെടുന്ന സമയത്താണ് യഥാർത്ഥ സുഹൃത്തുക്കളും അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതുപോലുള്ള ഓരോ പ്രശ്നങ്ങളും ഓരോ സ്ട്രഗിളും ഓരോ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണാൻ നിങ്ങൾക്ക് പറ്റണം. ഇത് നമ്മളെ എന്തൊക്കെയോ പഠിപ്പിക്കാനുള്ള പരിപാടിയാണ്. ഇതിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പഠിച്ചെടുക്കും. ആ ഒരു തോട്ട് വരെയും വേണം. ഇത് നിങ്ങൾക്ക് ഈ പറയുന്ന ഫെയിലിയറിനോടുള്ളൊരു പേടി ഇല്ലാണ്ടാക്കും. അതായത് ജീവിതത്തിലുള്ള കഷ്ടപ്പാടിനോടുള്ളൊരു പേടി നിങ്ങളുടെ ഇല്ലാതാക്കും. കാരണം എന്താ, ഇതൊരു ചലഞ്ചാണ്. ഇതിനെ ഞാൻ മറികടന്നാൽ ഒരുപാട് ഞാൻ മെൻ്റലി ഉയരും ഇല്ലേ. നിങ്ങൾ ഈ ബ്രോയിലർ കോഴീനെയും ഈ എന്താ പറയുക നാട്ടുകോഴീനെയും കണ്ടിട്ടില്ലേ? ഏതിനാ ഹെൽത്ത് കൂടുതൽ? നാട്ടിൽ ഈ കൊത്തിപ്പറക്കിയും കൊണ്ട് നടക്കുന്നതിനായിരിക്കും. ഈ കൂട്ടിലിട്ട് തീറ്റ കൊടുത്തതിന് വലിയ ഹെൽത്തൊന്നും ഉണ്ടായിരിക്കില്ല. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ ചിന്തിക്കണം, ഇതിൽ നിന്ന് എനിക്ക് പഠിക്കാൻ പറ്റുന്ന 3 ലെസൺ എന്തായിരിക്കും? അത് നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മളതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ പഠിക്കണം. ഓരോ തിരിച്ചടി കിട്ടുമ്പോഴും ആ തിരിച്ചടിയിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന 3 ഗുണപാഠങ്ങളുണ്ടായിരിക്കും മിനിമം. അതിൽ കൂടുതലേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ കണ്ടുപിടിക്കണം. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ നിന്ന് നമ്മൾ പഠിക്കണം, മുന്നോട്ട് പോകണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിന് പോയി, ഒരു ജോബിന് ഒരു ഇൻ്റർവ്യൂവിന് പോയി, അവിടെ ഗംഭീരമായിട്ട് നിങ്ങൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പൊട്ടിയ കാര്യത്തിൽ നിന്ന് പഠിക്കാൻ പറ്റിയ 3 കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. എന്തുകൊണ്ട് നിങ്ങൾ പൊട്ടാനുണ്ടായ ഒരു കാരണം, രണ്ടാമത്തെ ഏറ്റവും വലിയ കാരണം, മൂന്നാമത്തെ ഏറ്റവും വലിയ കാരണങ്ങൾ കുറേ ഉണ്ടാവും. ഈ 3 നിങ്ങൾക്ക് ആദ്യം ടാക്കിൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ബാക്കിയുള്ളത് അത്ര സിവിയർ ആയിട്ടുള്ള ഒന്നും ആകണമെന്നില്ലല്ലോ. സോ ഈ 3 മിനിമം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. എന്നിട്ട് എന്ത് ചെയ്യണം? അടുത്ത ഇൻ്റർവ്യൂ വരുന്ന സമയത്ത് അത് ഇമ്പ്രൂവ് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. നിങ്ങളവിടെ വിജയിക്കുകയും ചെയ്യും. 4ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് സെൽഫ് കമ്പാഷൻ. അതായത് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളൊക്കെ വരുന്ന സമയത്ത് നമ്മളോട് തന്നെ കുറച്ച് കരുണ കാണിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മളെ തന്നെ ഞാൻ കാരണം അത് കൊള്ളമായത് എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കാതെ, അതായത് ഓവർ സെൽഫ് ക്രിറ്റിസിസം നല്ലതാണ്, ഈ ഓവർ ക്രിറ്റിസിസം വരാതെ നോക്കിയാൽ മതി. നിങ്ങളെ തന്നെ ഓവറായിട്ട് കുറ്റം പറയുന്നത് അവസാനിപ്പിച്ചാൽ മതി. ഇപ്പോൾ പുറമേ നിന്നുള്ള ആൾക്കാർ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ 1-2 പേരെ നമ്മളെ ക്രിറ്റിസൈസ് ചെയ്യും. സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ കാര്യം നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് നമ്മളൊരു 1000 തവണ നമ്മളെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും എന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ. ആ വ്യക്തി ചിലപ്പോൾ ഒരു വട്ടം പറഞ്ഞങ്ങ് പോയിട്ടുണ്ടാവും. നമ്മുടെ മനസ്സിനകത്ത് നമ്മളത് 500-1000 വട്ടമായിട്ടുണ്ടാവും ഇരുന്ന് പറയുന്നു, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ. ആഴ്ചയ്ക്കും നമ്മൾ ഇതന്നെ ആയിരിക്കും പറയുന്നുണ്ടാവുക. സമയം കിട്ടിയാൽ, ഗ്യാപ്പ് കിട്ടിയാൽ, ഒഴിഞ്ഞിരിക്കുന്ന നേരം കിട്ടിയാൽ ഇതന്നെ ചിന്ത. എന്നാലും എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇത് നമ്മൾ തന്നെ നമ്മളെ ഇട്ടിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളെ തന്നെ ആ പരിപാടി വേണ്ട. ഇതിൽ നിന്ന് എങ്ങനെ മറികടക്കാം? എല്ലാവർക്കും മിസ്റ്റേക്കുകൾ പറ്റാം. ഏത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റാം. ഇതിൽ നിന്ന് എങ്ങനെ പുറത്ത് കിടക്കാം? ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? ഇതല്ലേ വേണ്ടത് അവിടെ ചിന്ത. അല്ലാതെ അവിടെ തന്നെ ചടഞ്ഞുകൂടി ഇരുന്നിട്ട് വലിയ കാര്യമുണ്ടോ? എനിക്ക് അബദ്ധം പറ്റി എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൽ നിന്ന് എനിക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്യണം, ഒരു പരിപാടി ചെയ്യാണ്ട് അതിൻ്റെ ഡെഡ് ലൈൻ ആയി, അത് നിങ്ങൾ മിസ് ചെയ്തു. അതായത് പറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ തളർന്ന് അവിടെ കുത്തിരിക്കണോ, അവിടെ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കണോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, നെക്സ്റ്റ് ടൈമിൽ അല്ലെങ്കിൽ അടുത്തൊരു പ്ലാനിങ്ങിലൂടെ നമ്മൾ ആ പറയുന്ന പരിപാടിനെ മറികടക്കും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു ഡെഡ് ലൈൻ നമുക്ക് മിസ്സാവില്ല. നമ്മൾ ആ കറക്റ്റ് സമയത്തിനുള്ളിൽ തന്നെ നമ്മുടെ പരിപാടി നമ്മൾ തീർത്തിരിക്കും. അങ്ങനെ തീർത്ത് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം വന്നാൽ, ഇങ്ങനെ ഒരു ഫെയിലിയർ വന്നാൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളൊരു തിങ്കിങ് ആണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. അല്ലാതെ ക്രിറ്റിസിസം അല്ല നമുക്കവിടെ വേണ്ടത്. 5ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷ്വലൈസ് യുവർ ബെറ്റർ സെൽഫ്. എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഒരു ചിന്ത, നിങ്ങളൊരു പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ വിജയിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ കൂടുതലായിട്ട് വരേണ്ടത്. അതിനെക്കുറിച്ചിട്ടായിരിക്കണം നിങ്ങൾ കൂടുതൽ വിഷ്വലൈസ് ചെയ്യേണ്ടത്. അതായത് നെഗറ്റീവ് സൈഡുകളും പരാജയങ്ങളും നിങ്ങൾ ഒരിക്കലും വിഷ്വലൈസ് ചെയ്യരുത് എന്നല്ല പറഞ്ഞു വരണത്. അതും വേണ്ടാത്ത കാര്യമല്ല. കാരണം മുൻകൂട്ടി പല കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്, അറിയാൻ പറ്റുന്നത് നമ്മുടെ ഈ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കും. ഒരു പരിപാടിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിലെങ്ങനെ വിജയിച്ച് നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു അത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും പറ്റണം.
ദിവസവും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ആ ഒരു നല്ല ഫ്യൂച്ചറിനെ കുറിച്ച്, നിങ്ങൾ എന്താണോ എവിടെയാണോ എത്തിച്ചേരേണ്ടത് ആ ഒരു ഭാവിയെക്കുറിച്ച്, വരാനിരിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം ദിവസവും. അതിനെക്കുറിച്ച് ആലോചിക്കുക. ഞാൻ അവിടെ എത്തിയിരുന്നെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ 2 ലക്ഷം അവറായ ഈ ചാനൽ ഒരു 2 മില്യൺ ആവുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ദിവസവും ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും? അടിപൊളിയല്ലേ? എനിക്കതിനൊരു മോട്ടിവേഷൻ കൂടും. എന്ത് കൂടും? ഒരുപാട് വീഡിയോസ് ഇനിയും ചെയ്യണം, ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റ്സ് ഇനിയും ചെയ്യണം. ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ പറ്റുമ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെടും. കാരണം അവർക്ക് ഒരുപാട് വിവരമല്ലേ നമ്മൾ കൊടുക്കുന്നത്. സോ അത് ഗുണമുള്ളൊരു കാര്യമല്ലേ. സോ അവർ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങും, ഫോളോ ചെയ്യാൻ തുടങ്ങും. സോ അങ്ങനെ പതിയെ 2 മില്യണിലേക്ക് നമുക്ക് ഭാവിയിലെത്താം. സോ അതിനെന്ത് വേണം? നമ്മളത് ഇമാജിൻ ചെയ്യാനെങ്കിലും പറ്റണം, നമുക്കത് വിഷ്വലൈസ് ചെയ്യാനെങ്കിലും പറ്റണം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സ്റ്റേജിൽ പ്രസംഗിക്കാൻ കയറുകയാണെങ്കിൽ ആ പ്രസംഗിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഓഡിയൻസ് നന്നായിട്ട് കൈയടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാനും വിഷ്വലൈസ് ചെയ്യാനും പറ്റുകയാണെങ്കിൽ ആദ്യമായിട്ട് കയറുകയോ അല്ലെങ്കിൽ ഈ സ്റ്റേജിൽ കയറുമ്പോഴുള്ള പേടിയുള്ള ആൾക്കാർക്കോ ഒരുപാട് ഗുണമായിരിക്കും അത്. കാരണം അവർ പേടിച്ച് കയറുന്ന ആൾക്കാരായിരിക്കും. സോ അവർക്ക് ഈ പറയുന്ന ഓഡിയൻസ് കൈയടിക്കുന്നതൊക്കെ മനസ്സിൽ ഇമാജിൻ ചെയ്ത് വിഷ്വലൈസ് ചെയ്തിട്ട് കയറാൻ പറ്റുകയാണെങ്കിൽ കയറുമ്പോഴെങ്കിലും നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ കയറാൻ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല. കയറി കഴിയുമ്പോൾ പിന്നെ നമുക്ക് മാനേജ് ചെയ്യാം. നമ്മളൊന്ന് ട്രാക്കിൽ എത്തുമ്പോൾ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഈ സ്റ്റാർട്ടിങ്ങിലാണ് എല്ലാം പ്രശ്നം. കയറി കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ പിന്നെ ഒന്ന് സെറ്റാവും ഏകദേശം. നിങ്ങൾക്ക് പിന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് എങ്ങനെ തള്ളിക്കൊണ്ട് പോകണം എന്നുള്ളത് എന്ന് പറയണ പോലെയാണ്. 6ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സറൗണ്ടഡ് യുവർ സെൽഫ് വിത്ത് പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സ്. അതായത് ഇപ്പം നമ്മൾ മുല്ലപ്പൂമ്പൊടിയേറ്റ് കിടക്കും കല്ലിന് മുണ്ട് സൗരഭ്യം. നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്കെങ്കിലും മിനിമം ഈ സെൽഫ് ഡൗട്ട് എന്ന് പറയുന്ന സാധനം നിങ്ങളെക്കാൾ കുറവായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. തീരെ അല്ലാത്തതാണെങ്കിൽ ഏറ്റവും നല്ലത്. പറഞ്ഞു വരുന്നത് വെച്ചാൽ അവരെ സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ നിങ്ങളുടെ അവസ്ഥ വളരെ പരിതാപകരമായിരിക്കും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ടുകാർക്ക് അവരുടെ കാര്യത്തിൽ അവരുടെ കഴിവിൽ സംശയമാണ്. പിന്നെ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആ ഒരു സംശയം വന്നിരിക്കുമല്ലോ. കാരണം അവർ വേണമെങ്കിൽ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യും, അതിനും സാധ്യത ഉണ്ട്. അപ്പോൾ നിങ്ങളെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളൊന്ന് കൈ പിടിച്ച് കയറ്റാൻ പറ്റുന്ന, കുഴിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുത്താൻ പറ്റുന്ന അങ്ങനെയുള്ള മെൻറ്റാലിറ്റിയുള്ള ആൾക്കാരായിരിക്കണം നിങ്ങളുടെ ചുറ്റും ഉണ്ടായിരിക്കേണ്ടത്. നിങ്ങളുടെ കൂട്ടുകാരാകാം, നിങ്ങളുടെ നാട്ടുകാരാകാം, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ആകാം, റിലേറ്റീവ്സ് ആയിരിക്കാം, നൈബേഴ്സ് ആയിരിക്കാം, ആരും ആകാം. പക്ഷെ നിങ്ങൾക്ക് ഗുണമുള്ള, നിങ്ങളെക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം നിങ്ങളുടെ ചുറ്റും ഉണ്ടാകേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെക്കാൾ താഴ്ന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ കൂട്ടത്തിലേക്ക് നിങ്ങൾ ഇടുകി ചേരും. നിങ്ങളുടെ ഗ്രേഡ് ഇനിയും താഴത്തോട്ട് പോകും. നമുക്കതല്ല വേണ്ടത്, നമുക്ക് മുകളിലേക്ക് പോവുകയാണ് വേണ്ടത്. സോ നിങ്ങളെ പോലുള്ള ഒരു ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഈ പറയുന്ന പോസിറ്റീവായിട്ടുള്ള ചിന്തിക്കുന്ന, പോസിറ്റീവ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകൾ വേണം നിങ്ങളുടെ ചുറ്റും ഉണ്ടാകാൻ. അതായത് ഒരു 80-90% എങ്കിലും അത്തരം ആൾക്കാരായിരിക്കണം. ബാക്കിയുള്ളത് എന്തെങ്കിലും ആവട്ടെ. അതിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുമ്പോൾ, വർക്കൗട്ടിന് പോകുമ്പോൾ, കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ടീമിലുള്ള, നമുക്ക് പലതും മാറ്റാൻ പറ്റില്ല എങ്കിലും മാറ്റാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമ്മൾ മാറേണ്ട സ്ഥലമാണെങ്കിൽ നമുക്ക് മാറാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ നല്ല ആൾക്കാരെ കൊണ്ട് നമ്മുടെ ചുറ്റും നിറയ്ക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. 7ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാക്ക് യുവർ പ്രോഗ്രസ് ആണ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ സ്റ്റെപ്പിലൂടെയൊക്കെ കടന്നു പോയിക്കൊണ്ട് നിങ്ങളുടെ കോൺഫിഡൻസ് കൂടുന്നതും നിങ്ങളുടെ സെൽഫ് ഡൗട്ടൊക്കെ കുറയുന്നതും നിങ്ങൾക്ക് സ്വയം ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ റെഗുലറായിട്ട് പ്രോഗ്രസ് ചെക്ക് ചെയ്തേ പറ്റുള്ളൂ. കാരണം നിങ്ങളിലുള്ള മാറ്റം മറ്റൊരാൾക്കല്ല, നിങ്ങൾക്ക് തന്നെയാണ് ഏറ്റവും ഫസ്റ്റ് തിരിച്ചറിയാൻ പറ്റുക. ഞാൻ മാറിയല്ലോ, ആ പഴയുള്ള ഒരു പേടിത്തൂറി അല്ലല്ലോ ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു പരിപാടിക്ക് ഇറങ്ങുക, ഒരു എക്സാമിന് പോവുക, ഒരു ജോലിക്ക് പോവുക, ഒരു ഇൻ്റർവ്യൂവിന് പോവുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, എനിക്ക് കുറച്ച് കോൺഫിഡൻ്റ് ആയിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. പണ്ട് ഞാൻ ഭയങ്കര ഒരു പേടിയാണ്, ഒരു അലസതയാണ്. ഇപ്പോൾ ആ പ്രശ്നമില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ പ്രോഗ്രസ് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അത് തുടങ്ങി നല്ല രീതിയിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതായത് ഏറ്റവും നല്ല രീതിയിൽ കാലങ്ങളോളം കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഏറ്റവും നല്ല രീതിയിൽ കൂടുതൽ വെയിറ്റ് എടുത്തുകൊണ്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം, അല്ലേ? അപ്പോൾ അത് നിങ്ങൾ മുടങ്ങാതെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് പ്രോഗ്രസ് കൊണ്ടുവരാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ വെരിഫൈ ചെയ്തേ പറ്റുള്ളൂ. നിങ്ങൾ പിന്നോട്ടാണോ പോകുന്നത്, മുന്നോട്ടാണോ പോകുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. 8ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ്.
എന്ന് പറയും. അതായത് ഫസ്റ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ കോൺഫിഡൻസ് കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാകില്ല. ആ സമയത്ത് എന്ത് ചെയ്യാം, നമ്മൾ അഭിനയിക്കുക എന്ന് പറയും. കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ബിഹേവ് ചെയ്യും ഈ ഒരു സിറ്റുവേഷനിൽ എന്നുള്ള രീതിയിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്നു. ആദ്യമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരിക്കും, നല്ല കഷ്ടപ്പാടായിരിക്കും, നമ്മൾക്കത് ചെയ്യാൻ തന്നെ പറ്റണമെന്നില്ല. പക്ഷെ നമ്മളങ്ങനെ ചെയ്ത് നോക്കുക. ഒരു 10-20 ദിവസമൊക്കെ നമ്മളങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഒരു 20 ദിവസമൊക്കെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ ചേഞ്ച് വരാൻ തുടങ്ങും. വലിയ ചേഞ്ചല്ല, ചെറിയൊരു ചേഞ്ച്. നിങ്ങളുടെ കോൺഫിഡൻസിൽ ഒരു മാറ്റം, ഒരു ഷിഫ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തോ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, ഞാൻ പഴയ ഒരാളല്ലപ്പോൾ, ചെറിയൊരു മാറ്റമുണ്ട്, മതി. ആ ചെറിയൊരു മാറ്റം 2-3 മാസം ആകുമ്പോഴേക്കും ഒരു വലിയ മാറ്റമായി മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്താണ് സംഭവിച്ചത്? നിങ്ങളുടെ കോൺഫിഡൻസിലുള്ള ഷിഫ്റ്റ് നിങ്ങൾ അഭിനയിച്ച് അറിയാതെ നിങ്ങളുടെ സ്വഭാവത്തിൻ്റെയും നിങ്ങളുടെ പെരുമാറ്റത്തിൻ്റെയും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിൻ്റെയൊക്കെ ഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആയാലും നിങ്ങളുടെ പെരുമാറ്റമാണെങ്കിലും നിങ്ങളുടെ നടക്കുന്ന കാര്യത്തിലാണെങ്കിലും സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും എഴുതുന്ന കാര്യത്തിലാണെങ്കിലും പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ആ ഒരു പുരോഗതി നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. കാരണം എന്താണ്? നിങ്ങളിതൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾ അഭിനയിച്ച് നിങ്ങളതിലേക്ക് വരികയാണ്. ഈ ചില നടന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഇപ്പോൾ ചാന്ത് പൊട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ദിലീപ് പറയുന്നൊരു ഡയലോഗുണ്ട്. സിനിമയ്ക്കകത്തല്ല, സിനിമയുടെ ഷൂട്ടിങ്ങിനെ കുറിച്ച് ദിലീപ് പറയുന്നൊരു ഡയലോഗുണ്ട്. അതായത് ആ ക്യാരക്ടർ എൻ്റെ മേത്ത് നിന്ന് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകാൻ 2-3 ആഴ്ചയോ 1 മാസത്തിനടുത്തൊക്കെ സമയം വന്നു എന്നാണ് പറയുന്നത്. അതായത് വീട്ടിൽ പോയാൽ പോലും ഈ കൈയിനകത്ത് ഇങ്ങനെ ആ ചാന്തപ്പൊട്ടലിൽ പിടിച്ചിരിക്കുന്ന ആ കൈ, ഈ ആക്ഷൻസ്, മാനറിസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളോളം അത് ഉണ്ടായിരുന്നു എന്നാണ് മൂപ്പര് പറയണത്. എന്താണ്? അഭിനയമാണ് അവിടെ നടന്നിട്ടുള്ളൂ. അപ്പോൾ ഈ അഭിനയം എന്ന് പറയുന്ന സാധനം നമുക്ക് പോസിറ്റീവായിട്ട് വേണമെന്ന് പറയുന്നൊരു കാര്യമാണെങ്കിൽ പിന്നെ നമുക്കത് ഫോളോ ചെയ്യുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെയും ശരീരഭാഷയുടെയും നമ്മുടെ പെരുമാറ്റത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് കുറേ കാലത്തേക്ക് അത് വരുന്നുണ്ടെങ്കിൽ, കുറേ കാലം കഴിയുമ്പോൾ അത് മാറുന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. സോ അഭിനയിക്കുക, അതായത് ഫേക്ക് ചെയ്യുക. ഇപ്പം ക്ഷമയില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ക്ഷമ ഉള്ള പോലെ അഭിനയിക്കുക. കുറേ കാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷമിക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ അഭിനയിക്കുകയാണോ, നിങ്ങളിപ്പോൾ റിയലി ക്ഷമിക്കുകയാണോ, ഡസൻ മാറ്റർ. അതിനവിടെ റിസൾട്ട് ഉണ്ടായിരിക്കും. ഒരാൾ വഴക്കിടാൻ വരുന്നു, നിങ്ങളിപ്പോൾ അഭിനയിച്ചിട്ട് ക്ഷമിച്ചാലും ശരി, റിയലായിട്ട് നിങ്ങൾ ക്ഷമിച്ചാലും ശരി, രണ്ടുമായാലും ക്ഷമ തന്നെയല്ലേ, മാപ്പ് കൊടുക്കുന്നത് തന്നെയല്ലേ. അതിനവിടെ റിസൾട്ടും ഉണ്ടല്ലോ. സോ ആദ്യം ഫേക്ക് ചെയ്യുക, പതിയെ അത് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരുന്നോളും, അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗമായിട്ടത് മാറും. ലാസ്റ്റ് നിങ്ങൾക്ക് അഭിനയിക്കേണ്ടി വരില്ല. അഭിനയിക്കാതെ തന്നെ തനിയെ നിങ്ങളിൽ നിന്നത് വന്നോളും. 9ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലേൺ സംതിങ് ന്യൂ റെഗുലർലി. ദിവസവും നമുക്ക് അറിയാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അറിയേണ്ടതായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പഠിക്കണം. അതായത് ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ നമ്മൾ ഈ പഠനം എന്ന പരിപാടി മരണം വരെ കൊണ്ടുപോയേ പറ്റുള്ളൂ. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമാണ്, സ്കൂള് കോളേജെല്ലാം കഴിഞ്ഞു, ഇനി ബുക്ക് അടച്ചു വയ്ക്കാം, ഇനി പഠിക്കണ്ട. അല്ല, ഇനിയാണ് നമുക്ക് പഠിക്കാൻ ഒരുപാട് കിടക്കുന്നത്. ഫീസ് കൊടുക്കാതെ നമ്മുടെ ജീവിത അനുഭവങ്ങൾ കൊണ്ട് ഏറ്റവും ഡീപ്പായിട്ട് ആഴത്തിൽ പഠിക്കാൻ പറ്റുന്നത് കോളേജൊക്കെ പഠിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ്. കോളേജ് പഠിപ്പിൻ്റെ ഉള്ളിലേക്കുള്ള പഠിപ്പിന് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം നമുക്ക് അവിടെ എഴുത്തുകുത്ത് തന്നെ കുറേ കാര്യങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന ഒരു പഠിപ്പുണ്ട്. ആ പഠിപ്പാണ് നമുക്ക് പലപ്പോഴും വേണ്ടതൊക്കെ നേടിത്തരുന്നതും നമ്മളെ ഉയരത്തിലേക്ക് എത്തിക്കുന്നതും. സോ എന്താണോ കാലത്തിന് അനുയോജ്യമായിട്ടുള്ളത്, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ, കോഡിംഗ് ആണോ, ഇനി അതല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള കുറേ പഠനങ്ങളുണ്ടല്ലോ, അതല്ലെങ്കിൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന കാര്യമാണോ, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാവാം, പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലാകാം, സെയിൽസ് ആയിരിക്കാം, പല സ്കില്ലുകളുണ്ട്. ഇന്ന് മാർക്കറ്റിന് എന്താണോ ആവശ്യമുള്ളത്, അതോടൊപ്പം തന്നെ എനിക്കെന്താണോ കൂടുതലുള്ളത്, അപ്പോൾ അതിനകത്ത് നമ്മളൊരു പ്രൊഫഷണലിസം കൊണ്ടുവരികയാണെങ്കിൽ സൂപ്പറായിരിക്കും. സോ എന്ത് തന്നെയാണെങ്കിലും ശരി, പുതിയ ഭാഷയോ പുതിയ സ്കില്ലോ എന്ത് കുന്തമാണെങ്കിലും ശരി, ദിവസവും അതായത് റെഗുലറായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, പഠിച്ച് മുന്നേറിക്കൊണ്ടേയിരിക്കണം. 10ാമത്തെ പ്രാക്ടിക്കൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിവ് ബാക്ക് ഓർ ടീച്ച് അതേഴ്സ്. അതായത് നമ്മൾ സ്കൂളിൽ പറയാറുള്ളൊരു കാര്യമാണ്, പഠിക്കുന്ന കാര്യം പഠിക്കുമ്പോഴല്ല, നമ്മൾ പഠിപ്പിക്കുമ്പോഴാണ് നമ്മുടെ തലയിൽ കൂടുതൽ രജിസ്റ്റർ ആവുക എന്ന് പറയും. അതായത് എനിക്കിപ്പോൾ ഒരു കാര്യം പുസ്തകം നോക്കി പഠിക്കുന്നതിന് പകരം ഏകദേശം ഒരു വായിച്ചൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഐഡിയ കിട്ടിയ കാര്യം ഞാൻ എൻ്റെ സുഹൃത്തിന് വേണ്ടി ഞാൻ പറഞ്ഞു കൊടുക്കുന്നു, ഇതിങ്ങനെയാണ് കേട്ടോ, ഈ കാര്യം ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ആ ആൻസർ, ആ പ്രൊജക്റ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഞാനത് തനിയെ ഇരുന്ന് പഠിക്കുന്നതിനേക്കാൾ 10 മടങ്ങ് എൻ്റെ തലയിൽ രജിസ്റ്റർ ആവും. കാരണം ഞാൻ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്.
അപ്പോൾ മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്കത് കൂടുതൽ പഠിയുക എന്നുള്ള സത്യം ഉണ്ടല്ലോ, അതിനെ നമുക്ക് ഉപയോഗിക്കണം. അത് ജീവിതത്തിൻ്റെ പല മേഖലയിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സെൽഫ് ഡൗട്ടുള്ള ഒരാൾക്ക് സെൽഫ് ഡൗട്ട് ഇല്ലാതാക്കാൻ വേണ്ടി നിങ്ങൾ ക്ലാസ് എടുക്കുകയാണ്, നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കുറേ പോയിൻറ്റ്സുകൾ കേട്ടു. ഈ പോയിൻറ്റ്സുകളെല്ലാം നിങ്ങൾ വേറെയുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ്, ആ വീഡിയോയിൽ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, സോ അത് ഇങ്ങനെ ചെയ്താലാണ് വർക്കാവുള്ളൂ എന്നുള്ളത് നിങ്ങൾ ക്ലിയറായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് അത് മനസ്സിലാവുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നിങ്ങളുടെ തലയിൽ അത് കൂടുതൽ ഇടിച്ച് കയറും. കാരണം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. സോ അതിനെക്കുറിച്ച് നിങ്ങൾക്കതിനെക്കുറിച്ചൊരു അവധാരണ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, അല്ലേ? നിങ്ങൾക്കറിയാത്തൊരു കാര്യം നിങ്ങളെങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും? സോ നിങ്ങൾ ആദ്യം അതിനെക്കുറിച്ച് പഠിക്കും. നിങ്ങളൊരു മറ്റൊരാളെ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ തനിയെ അത് പഠിക്കും. ഇപ്പോൾ ഈ പറയുന്ന സമയത്ത് ഞാനിത് കൂടുതൽ എൻ്റെ തലയിലേക്ക് കുത്തിക്കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പുസ്തകത്തിൽ വായിച്ച് മനസ്സിലാക്കിയ അല്ലെങ്കിൽ പലയിടത്തുനിന്നും കിട്ടിയ ഇൻഫർമേഷനാണ് എൻ്റെ കയ്യിൽ ആദ്യം വരുന്നത്. ഇപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോഴാണ് എൻ്റെ തലയിലേക്ക് അത് ഇടിച്ച് കയറുന്നത്. കാരണം ഇപ്പോഴാണ് ഞാനത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്, മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ ഇപ്പോഴാണ്. സോ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് നമ്മുടെ തലയിലത് നന്നായിട്ട് കയറുന്നത്. ചുരുക്കി പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് നേടുക എന്നുള്ളതാണ് ഈ സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 10 സ്റ്റെപ്പുകളും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഈ സെൽഫ് ഡൗട്ട് പോവുകയും ചെയ്യും, ഒടുക്കത്തെ കോൺഫിഡൻസ് നിങ്ങൾക്ക് വരികയും ചെയ്യും. ജീവിതത്തിൽ നിങ്ങൾ ഇറങ്ങണതിലെല്ലാം നിങ്ങൾ അടിപൊളിയായിട്ട് വിജയിക്കുകയും ചെയ്യും.